ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ, അക്കൗണ്ട് ടെസ്റ്റ് ഹയർ, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് എന്നീ 3 ടെസ്റ്റുകൾക്കും കേരള സർവീസ് റൂൾസ് ഓരോ പേപ്പറാണ്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണുള്ളത്. 40 മാർക്ക് സ്കോർ ചെയ്താൽ ഏതൊരാൾക്കും ഇത് പാസ്സാകുന്നതാണ്. ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണത്. പഠിതാക്കൾ വരുത്തുന്ന തെറ്റെന്ന് പറയുന്നത് 40 മാർക്ക് 50 മാർക്കിനുള്ളത് കൃത്യമായിട്ട് എഴുതിയാലും ഉറപ്പുവരുത്താൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് കറക്കിക്കുത്തി ആൻസർ ചെയ്താൽ 3 തെറ്റുകൾക്ക് ശരി ഉത്തരത്തിൽ നിന്നും 1 മാർക്ക് കുറവ് ചെയ്യുന്നതാണ്. അപ്പം മൈനസ് മാർക്കുണ്ട്. അപ്പോൾ മൈനസ് മാർക്ക് വരുത്താതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ആൻസർ ചെയ്യുന്ന ഓരോ ആൻസറുകളും അക്യുറേറ്റ് ആണ് എന്ന് ബോധ്യപ്പെടുത്തി കറപ്പിക്കുക, ബബിൾസ് കറപ്പിക്കുക. കറപ്പിക്കുന്ന ബബിൾസുകൾ പൂർണ്ണമായും അത് ഫില്ല് ചെയ്യുന്നത് ഒരു പിൻ ഡ്രോപ്പ് ഗ്യാപ്പ് പോലും ഇല്ലാതെ പൂർണ്ണമായും ബബിൾസ് കറപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേരള സർവീസ് റൂൾസിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസിൻ്റെ മോഡലുകൾ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ട്രാവലിംഗ് അലവൻസ് ഈസ് നോട്ട് അഡ്മിസിബിൾ ഫോർ ജേർണി അണ്ടർടേക്കൺ. താഴെ പറയുന്ന 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങളിൽ നിന്നും TA ലഭിക്കാത്ത കേസുകൾ ഏതാണ്? ടു ഒബ്റ്റെയിൻ ആൻറ്റി റാബിക് ട്രീറ്റ്മെൻറ്റ്, ജേർണി ടു നിയറസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് TB, ടു പ്രൊഡ്യൂസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഓൺ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ടു ഗവൺമെൻറ് സർവീസ്. നൺ ഓഫ് ദീസ്. ഈ നൺ ഓഫ് ദി അബവ് അല്ല, അത് മുകളിൽ പറഞ്ഞ 3 എണ്ണത്തിൽ ഏതിനോ ഒന്നിന് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ടു പ്രൊഡ്യൂസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഓൺ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ടു ഗവൺമെൻറ് സർവീസ്. സർക്കാർ സർവീസിൽ വരുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുക്കണം. ആ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി യാത്ര ചെയ്യുന്ന യാത്രക്ക് സർക്കാർ സർവീസിൽ വന്നിട്ടില്ല, വരാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുക്കാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നതിന് TA ലഭിക്കുകയില്ല എന്നതാണ് ശരിയായ ഉത്തരം. നോക്കാം നമുക്ക് ആൻസർ. ട്രാവലിംഗ് അലവൻസ് ഈസ് നോട്ട് അഡ്മിസിബിൾ ഫോർ ദ ജേർണി undertaken to produce health certificate on first appointment to government service, rule 88 part 2. Next, a candidate appointed as clerk on 10/10/13 was on probation for a period of 2 years duty within a continuous period of 3 years. During the probation he should pass MOP test. He has passed the test on 20/1/16 and sanctioned second increment on declaration of probation. Third increment will be due on. ഇവിടെ 10/10/13 10/10/15 അയാൾ 2 വർഷമായി. 3 വർഷമാകുന്നത് 10/10/13 ആ 3 വർഷത്തിനകം അയാൾ എന്ത് ചെയ്തിട്ടായിട്ടുണ്ട്? 20/1/16 അയാൾ പാസ്സായിട്ടുണ്ട്. 3 വർഷത്തിനകം, വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years, വിത്ത് ഓർ വിത്തൗട്ട് ബ്രേക്ക് 2 years. ഇതാണ് പീരീഡ്. അപ്പോൾ ഇയാൾ അനുവദിച്ച സമയത്തിനകം ടെസ്റ്റൊക്കെ പാസ്സായതുകൊണ്ട് അയാൾക്ക് 10ാം മാസത്തിലെ 2017 20/1/16 നോക്കി നോക്കൂ. 14 ഒരു ഇൻക്രിമെൻറ്റ്, 15 ഒരു രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ്. അത് പാസ്സായ 20/1/16 കിട്ടുള്ളൂ. അടുത്ത ഇൻക്രിമെൻറ്റ് 1/10/16 കിട്ടിയിരിക്കും. അതാണ് ശരിയായ ഉത്തരം. 1/10/16 എന്നായിരിക്കും. നോക്കി നോക്കൂ. എ കാൻഡിഡേറ്റ് അപ്പോയിൻറ്റഡ് ആസ് ക്ലർക്ക് ഓൺ 10/10/13 was on probation for a period of 2 years duty within a continuous period of 3 years. During the probation he should pass MOP test. He has passed the test on 20/1/16 and sanctioned second increment on declaration of probation. Third increment will be due on 1/10/16. Rule 37B GD under Rule 31 Part 1 KSR. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. 3 വർഷ കാലഘട്ടത്തിനുള്ളിൽ 2 വർഷമാണ് പ്രൊബേഷൻ പീരീഡ്. ആ 2 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? 10/10/13 10/10/13 1/10/14 1/10/15 ഇയാൾ ടെസ്റ്റ് പാസ്സാവുന്നത് എന്നാ? 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 20/1/16 ടെസ്റ്റ് പാസ്സാവുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പക്ഷെ 3 വർഷത്തിനകത്താണ്. അതുകൊണ്ട് അയാൾ ഡ്യൂ ഡേറ്റിന് ടെസ്റ്റ് പാസ്സായതായി പരിഗണിക്കുകയും
രണ്ടാമത്തെ ഇൻക്രിമെൻ്റ് അയാൾക്ക് 20/1/16 ലഭിക്കുകയുള്ളൂ. 20/1/16 ഇൻക്രിമെൻ്റ് ലഭിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു വർഷമൊന്നും വേണ്ട. അയാളെ യഥാർത്ഥ അപ്പോയിൻമെൻറ്റ് തീയതി 10ാം മാസത്തിലായതുകൊണ്ട് 1/10/16 ഇൻക്രിമെൻ്റ് ലഭിക്കുകയും ചെയ്തിരിക്കും. നെക്സ്റ്റ്, ദ ട്രഷറി അതോറിറ്റി കോമ്പിറ്റന്റ് ടു റെസ്റ്റോർ കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ. പെൻഷൻ്റെ കമ്മ്യൂട്ടർ 40% പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തെടുക്കാം. അർഹമായിരിക്കുന്ന പെൻഷൻ എത്രയാണോ അതിൻ്റെ 40% 12 വർഷത്തേക്ക് ലഭ്യമാകുന്ന തുക കാൽക്കുലേറ്റ് ചെയ്ത് അത് ലംസം പേയ്മെൻ്റായി റിട്ടയർമെൻറ്റ് സമയത്ത് അനുവദിച്ചു കൊടുക്കും. 60,000 രൂപ പെൻഷനുള്ള ആൾക്ക് 24,000 രൂപ കമ്മ്യൂട്ട് ചെയ്തെടുക്കാം. ആ 24,000 രൂപ ഇൻറ്റു 12 ഇൻറ്റു 11.1 എന്ന കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്രയാണെങ്കിലും അത്രയും എമൗണ്ട് 30 ലക്ഷം ഉണ്ടെങ്കിൽ 30 ലക്ഷം ആ എമൗണ്ട് ഇൻ അഡ്വാൻസ് മുൻകൂർ തരും. പിന്നീട് ഓരോ മാസവും ഈ കമ്മ്യൂട്ട് ചെയ്ത 24,000 രൂപ അയാളുടെ പ്രതിമാസ പെൻഷനിൽ നിന്നും കുറവ് ചെയ്യും. 12 വർഷം പൂർത്തിയാകുമ്പോൾ ആ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് റിക്കവറി നടത്തുന്ന എമൗണ്ട് റെസ്റ്റോർ ചെയ്ത് തരും. അത് റെസ്റ്റോർ ചെയ്യുന്നത് ആരാണെന്നുള്ളത് അതോറിറ്റി കോമ്പിറ്റന്റ് ടു റെസ്റ്റോർ കമ്മ്യൂട്ടഡ്. ഇത് കമ്മ്യൂട്ടേഡ് വാല്യൂ റെസ്റ്റോർ ചെയ്യാനുള്ള അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ട്രഷറി ഓഫീസറാണ്. അത് എവിടെ നിന്നാണോ പെൻഷൻ വാങ്ങുന്നത് ആ പെൻഷൻ വാങ്ങുന്ന ട്രഷറി ഓഫീസർക്ക് 12 വർഷം പൂർത്തിയായ എമൗണ്ട് റെസ്റ്റോർ ചെയ്ത് കൊടുക്കാൻ അധികാരം. ദ ട്രഷറി ഓഫീസർ ഈസ് ദ അതോറിറ്റി കോമ്പിറ്റന്റ് ടു റെസ്റ്റോർ കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ. അപ്പൻഡിക്സ് 10 പാർട്ട് 3. പാർട്ട് 3യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. The initial substantive pay of an officer who is appointed substantively to a post on a time scale of pay which has been reduced for a reason other than a duration of duties or responsibilities attached to the post thereon and who is not entitled to draw pay on the time of scales as it stood prior to reduction regulated by Rule 30, Rule 37 small a, Rule 28, Rule 28a. Initial substantive pay of an officer who is appointed substantively to a post. ഒരു സംസ്കൃതിക്ക് സ്ഥിരമായി നിയമിക്കപ്പെട്ടാൽ വിച്ച് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഫോർ എ റീസൺ അതർ ദാൻ എ diminution of duties or responsibilities attached to the post thereon. അപ്പോൾ റൂൾ 28 അനുസരിച്ചായിരിക്കും അതിൻ്റെ ദ ഇനീഷ്യൽ സബ്സ്റ്റാൻറ്റീവ് പേ ഓഫ് എൻ ഓഫീസർ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് സബ്സ്റ്റാൻറ്റീവ്ലി ടു എ പോസ്റ്റ് ഓൺ എ ടൈം സ്കെയിൽ ഓഫ് പേ വിച്ച് ഹാസ് ബീൻ റെഡ്യൂസ് ഫോർ എ റീസൺ അതർ ദാൻ എ ഡിമ്യൂണിറ്റേഷൻ ഓഫ് ഡ്യൂട്ടീസ്. ഡ്യൂട്ടി കുറഞ്ഞതുകൊണ്ടുള്ള കുറവാണെങ്കിൽ എന്നർത്ഥം. Responsibilities attached to the post there and who is not entitled to draw pay on time scale as it stood prior to reduction is regulated by Rule 28 Part 1 KSR. Okay? In the case of a probationer whose period of probation is 1 year and whose increment is annual, the first increment in the scale of pay of probation shall be drawn only with effect from 1 കൊല്ലമാണ് പ്രൊബേഷൻ എന്നുണ്ടെങ്കിൽ അയാൾ ഇൻക്രിമെൻ്റ് എന്നാ കിട്ടുക? പ്രൊബേഷൻ പൂർത്തിയാകുന്നത് എന്നാണോ അന്നേ കിട്ടും. പ്രൊബേഷൻ പൂർത്തിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണോ അന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് 20/6/2025 നിയമിതനായ ഒരാളുടെ പ്രൊബേഷൻ 1 വർഷമാണെങ്കിൽ 20/6/2026 പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക. ആദ്യത്തെ ഇൻക്രിമെൻ്റ് 20-ാം തീയതി, 19-ാം തീയതി വരെ കുറഞ്ഞ ശമ്പളം, 20-ാം തീയതി മുതൽ കൂടിയ ശമ്പളം. അത് ആ ഒരു മാസത്തേക്ക് ബൈഫർക്കേറ്റ് ചെയ്ത് കാണണം. ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഓൺ വിച്ച് ദ ഓഫീസർ കംപ്ലീറ്റഡ് എ ഇയർ. നോ, ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ഈസ് ഡിക്ലെയർഡ് ഹാവ് ടു കംപ്ലീറ്റഡ് ഹിസ് പ്രൊബേഷൻ. ബി, ഡേറ്റ് ഫ്രം വിച്ച് ഹി കംപ്ലീറ്റഡ് 1 ഇയർ. അങ്ങനെയില്ല. ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ഡിക്ലെയർഡ് ടു ഹാവ് കംപ്ലീറ്റഡ് ഹിസ് പ്രൊബേഷൻ. പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അന്ന് മുതൽക്ക് കിട്ടുക എന്നർത്ഥം. ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഓൺ വിച്ച് ഹി ഈസ് ഡിക്ലെയർ. ഇതും തെറ്റാണ്. അപ്പോൾ പ്രൊബേഷൻ ഇൻ ദി കേസ് ഓഫ് പ്രൊബേഷണർ ഹൂസ് പീരീഡ് ഓഫ് പ്രൊബേഷൻ ഈസ് 1 ഇയർ ആൻഡ് ഹൂസ് ഇൻക്രിമെൻറ്റ് ഈസ് ആനുവൽ, ദ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ഇൻ ദി സ്കെയിൽ ഓഫ് പേ ഓഫ് പ്രൊബേഷൻ ഷാൽ ബി drawn only with effect from the date on which he declared to have completed his probation.
പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത അന്ന് മുതൽക്കേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻക്രിമെൻ്റ് ഡ്രോൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, എ ഗവൺമെൻറ് സർവൻറ്റ് thrown out of service for want of vacancy and appointed after a break in the same post can count his prior service for increment. Service in the new post alone count for increment. Prior service cannot count for increment. Prior service can count for increment. Prior service can count only for pension. A government servant thrown out of service for want of vacancy and reappointed after a break in the same post can count his prior service for increment. ഇൻക്രിമെൻറ്റിന് കൗണ്ട് ചെയ്യാൻ കഴിയുമോ? കഴിയും. ഇൻക്രിമെൻറ്റിനും പെൻഷനും കൗണ്ട് ചെയ്യാൻ കഴിയും. മുൻകാല സേവനം ഇൻക്രിമെൻറ്റിന് കൗണ്ട് ചെയ്യും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ജൂൺ മാസത്തിൽ ഇൻക്രിമെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 4 മാസം പൂർത്തിയായതിനു ശേഷം അദ്ദേഹം ഒക്ടോബർ 1 മുതൽക്ക് പുറത്തായി. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് വീണ്ടും ജോലി കിട്ടി. ആ ജോലിയിൽ അദ്ദേഹം അതേ ജോലിയിൽ റീജോയിൻ ചെയ്യുമ്പോൾ ഈ സെപ്റ്റംബർ അവസാനത്തിൽ ഒക്ടോബർ 1-ാം തീയതിക്ക് അർഹമാകുന്ന ശമ്പളം എത്രയാണോ ആ ശമ്പളത്തിൽ അയാൾ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ 4 മാസം അവിടെ നേരത്തെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ 8 മാസം പൂർത്തിയാകുമ്പോൾ ഇൻക്രിമെൻറ്റ് കിട്ടും. അപ്പോൾ a service in the new post alone count for increment അല്ല. prior service cannot count for increment അല്ല. prior service can count for increment. മുൻകാല സേവനം ഇൻക്രിമെൻറ്റിന് പരിഗണിക്കാം. ഇതും ശരിയാണ്. prior service can count only for pension എന്നാണ്. പെൻഷന് മാത്രമല്ല, പെൻഷനും കൗണ്ട് ചെയ്യും, ഇൻക്രിമെൻറ്റും. അപ്പോൾ correct answer, prior service can count for increment. A candidate who was appointed temporarily as clerk on the advice of Employment Exchange from 1/10/2014 for 179 days. Later he was appointed as clerk on 28/11/2015. On the advice of KPS, Kerala Public Service Commission, the same department. Probation is for 2 years. His first increment is due on 28/11/16, 1/11/16, 1/5/16, 28/5/16. ഇവിടെ ആദ്യത്തെ നിയമനം 179 ദിവസം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയല്ല, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന 9A1 സർവീസ് എന്നാണ് പറയുന്നത്. 10/94 മുമ്പ്, 10/94 ഒക്ടോബർ 94 മുമ്പ് PSC മുഖേന നിയമനം ലഭിക്കുന്നതിന് മുമ്പ് എംപ്ലോയ്മെൻറ്റ് സർവീസ് ഉണ്ടാവുകയും അതേ കാറ്റഗറിയിൽ PSC നിയമനം വരികയും ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയുള്ള നിയമന കാലഘട്ടം ഇൻക്രിമെൻറ്റിനൊക്കെ പരിഗണിച്ചിരുന്നു. അത് നിർത്തലാക്കി 1994 ഒക്ടോബർ മുതൽക്ക് അത് നിർത്തലാക്കി. 94 ശേഷമാണ് ഈ നിയമനം, 14 അപ്പോൾ ഇയാളെ സർവീസ് തുടങ്ങുന്നത് 28/11/15 2 വർഷം പ്രൊബേഷൻ കാലഘട്ടവുമാണ്. പ്രൊബേഷൻ 2 വർഷം കാലമാണെങ്കിൽ അയാളുടെ ആദ്യത്തെ ഇൻക്രിമെൻറ്റ് ഈ നിയമനം കിട്ടിയ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ കൊടുക്കാം, 1-ാം തീയതി മുതൽ കൊടുക്കാം. അപ്പോൾ 1/11/16 അടുത്ത ഇൻക്രിമെൻ്റ് ഉണ്ടാവുക. 1/11/16 28/11/16 എന്നുള്ളത് തെറ്റ്. 1/11 ഇവിടെ 1/11/16 റൂൾ 37B. A candidate who was appointed temporarily as clerk on the advice of Employment Exchange from 1/10/2014 for 179 days. Later, he was appointed as clerk on 28/11/15 on the advice of the KPSC in the same department. Probation is for 2 years. His first increment is due on 28/11/16, 28/11/15, 28/11/16 ഒരു വർഷം ആദ്യത്തെ ഇൻക്രിമെൻ്റ് കൊടുക്കാം. Can be granted on the first day of the month which it is falls due എന്ന വ്യവസ്ഥ അനുസരിച്ച് ഈ ആൻസർ പറഞ്ഞത് തെറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 1/11/16 എന്നാണ് വേണ്ടത്. തിരുത്തണം അവിടെ കേട്ടോ. പെൻഷൻ അഡ്മിസിബിൾ ടു എൻ എംപ്ലോയി ഹു ഹാസ് റിട്ടയർഡ്
ഫ്രം സർവീസ് ഓൺ 31/5/16. ക്വാളിഫയിങ് സർവീസ് 33 years. ആവറേജ് എമോളുമെന്റ്സ് ₹59,400. പെൻഷൻ അഡ്മിസിബിൾ ഇയാൾക്ക് 33 വർഷം. അപ്പം 59,400 നേർ പകുതി കിട്ടും. 59,400 പകുതി 29,700 ആവുമോ? 29,700. Admissible to an employee, pension admissible to an employee who has retired from service on 31/5/16. Qualifying service 33 years. Average emoluments ₹59,400, ₹29,700. Rule 64 part 3. Okay. The date of compulsory retirement of an officer appointed on or after 1/4/2013 and who is a member of the national pension system 60 years ആണ്. The day in which he attains the age of 60 years. Last day of the month in which he attains the age of 60 years. Last day of the month in which he attains the age of 56. Last day of the month in which he attains the age of 58. റൂൾ 60C അനുസരിച്ച് റിട്ടയർമെന്റ് കണക്കാക്കുന്നതിന് ഓഫീസർ ക്യാൻ റിട്ടയർ. സ്റ്റാറ്റ്യൂട്ടറി വേറെ, നാഷണൽ പെൻഷൻ സ്കീം വേറെ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലുള്ളവരുടെ പെൻഷൻ റിട്ടയർമെന്റ് പ്രായം 56 നാഷണൽ പെൻഷൻ സ്കീമിലുള്ളവരുടെ റിട്ടയർമെന്റ് പ്രായം 60 വയസ്സാണ്. രണ്ട് കേസിലാണെങ്കിലും റിട്ടയർമെന്റ് ആണെങ്കിൽ എങ്ങനെയാണ് റിട്ടയർമെന്റ്? An officer can retire from service on the last day of the month which he attains the age of 66, which he attains the age of 60. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് വിച്ച് ഹി അറ്റൈൻസ് ദ ഏജ് ഓഫ് 60 years എന്നാണ് ഉത്തരം. ഇവിടെ എന്താ ചോദ്യം? മെമ്പർ ഓഫ് നാഷണൽ പെൻഷൻ സ്കീം. NPS മെമ്പർ ആണെങ്കിൽ 60 വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിൻ്റെ അവസാന ദിവസം റിട്ടയർ ചെയ്യണം. നോക്കിക്കോളൂ. The date of compulsory retirement of an officer appointed on or after 1/4/2013 and who is a member of the national pension system is last day of the month in which he attains the age of 60 years. Rule 60A part 1 KSR. Next. Leave may not be granted to an officer under suspension. Quote the rule. റൂൾ ഇത് കൊടുക്കാൻ പറ്റൂല. ലീവിൽ സസ്പെൻഷനുള്ള ആൾക്ക് എന്ത് പാടില്ല? ലീവ് കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. റൂൾ 59 ആവാനാണ് സാധ്യത. നോക്കി നോക്കും. റൂൾ 59. ലീവ് മേ നോട്ട് ബി ഗ്രാൻഡഡ് ടു എൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ. സസ്പെൻഷനിൽ ഇരിക്കുന്ന ആൾക്ക് ലീവ് കൊടുക്കാൻ പറ്റൂല. റൂൾ 59. അപ്പോൾ ഏതാനും ക്വസ്റ്റ്യൻ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന പഠിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം ലഭ്യമാക്കുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ആ നമ്പറിൽ ബന്ധപ്പെട്ട് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അടുത്ത പരീക്ഷ നടക്കുന്നത് ശരിക്കും ഇതിപ്പോൾ ഇവിടെ നമ്മൾ ജൂലൈ മാസത്തിലായിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ നടക്കേണ്ട പരീക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ നടക്കേണ്ട പരീക്ഷ മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും അനൗൺസ് ചെയ്യും. അത് നവംബർ മാസത്തോടു കൂടി പരീക്ഷ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് ചേരാൻ ഉദ്ദേശിക്കുന്ന പഠിതാക്കൾ നിർബന്ധമായും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ സ്കീമിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനുള്ള കോച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളുടെ സ്കീമിൽ എൻറോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ധാരാളത്തിലധികം എക്സാമ്പിളുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളും ഒക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാ പഠിതാക്കളും ശ്രദ്ധിക്കുക. ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ച മുഴുവൻ വ്യക്തികൾക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.